ഏതൊരമ്മയെയും തളർത്തുന്ന ഒന്നാണ് ഓട്ടിസം. നമ്മുടെ കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് അത്രയും പ്രിയപ്പെട്ടതാണ്. അമ്മമാർക്കായിരുന്നാലും അച്ഛനായിരുന്നാലും ആർക്കായിരുന്നാലും കുഞ്ഞുങ്ങൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റെന്ത്. അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ ആകെ തളർന്നു പോകുന്നത് ആ പാരൻറ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ ഈ ഓട്ടിസം ബാധിക്കുന്ന കുട്ടികളെ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, അവർക്ക് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം. നമ്മളോടൊപ്പം ഉള്ളത് മുൻ ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ആൻഡ് പ്രൊഫസർ MKC നായർ. ഡോക്ടർ, വെൽക്കം ടു ദ ഷോ. ഡോക്ടർ, എനിക്ക് ചോദിക്കാനുള്ളത് ഓട്ടിസം ബാധിക്കുന്ന കുട്ടികളെക്കുറിച്ചാണ്. അത് എത്ര നമുക്ക് പറഞ്ഞാലും തീരാത്തൊരു വേദനയാണ് ഓട്ടിസം ഒരു കുഞ്ഞിന് ഉണ്ടാവുക എന്ന് പറയുന്നത്. നമുക്ക് കാണുമ്പോൾ തന്നെ വിഷമം തോന്നും. ആ അമ്മയുടെ ദുഃഖവും ഒരിക്കലും മാറാത്ത ഒന്ന് തന്നെയാണ്. എന്തുകൊണ്ടായിരിക്കും ഒരു നോർമലായിട്ടുള്ള ഒരു കുട്ടി പിന്നീട് ഓട്ടിസം ബാധിച്ച് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത്? ഓട്ടിസം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ASD എന്നാണ് പറയുന്നത്, ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ. സ്പെക്ട്രം എന്ന് പറയുമ്പോൾ ഇങ്ങനെ വളരെ കുറവ് തൊട്ട് വളരെ കൂടുതൽ വരെ വരാം. ഓട്ടിസം ASD, ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ. ഇത് എന്താ വന്നതെന്ന് ചോദിച്ചാൽ, പണ്ട് ബുദ്ധിവികാസ കുറവെല്ലാം ഓട്ടിസം എല്ലാം ബുദ്ധിവികാസ കുറവായിട്ട് പോകും, പഠന വൈകല്യമായിട്ട് ആരും കണ്ടുപിടിക്കത്തില്ല ഓട്ടിസം ആണെന്ന്. അമ്മയുടെ ഭാഗത്ത് നോക്കുമ്പോൾ ഏറ്റവും ഷോക്കിംഗ് എന്താണെന്ന് ചോദിച്ചാൽ, 1.5 വയസ്സ് വരെ സാമാന്യ കുട്ടിയെപ്പോലെ എല്ലാം ചെയ്തു. നമ്മൾ നേരത്തെ ഒരു അവസരത്തിൽ പറഞ്ഞു, 2 മാസമാകുമ്പോൾ മുഖത്ത് നോക്കി ചിരിക്കണം, 4 മാസമാകുമ്പോൾ കഴുത്തുറയ്ക്കണം, 8 മാസമാകുമ്പോൾ ഇരിക്കണം, 1 വയസ്സ് നിൽക്കണം. 1.5 വയസ്സിൽ എന്ത് ചെയ്യണം? 3 കാര്യമില്ല എന്ന് അമ്മ ഉറപ്പ് വരുത്തിയാൽ മതി. അതായത് കുട്ടിക്ക് സോഷ്യലൈസേഷൻ ഉണ്ട്, ആരെ കണ്ടാലും ചിരിക്കും, കളിക്കും, അങ്ങനെയുള്ള കാര്യങ്ങൾ. രണ്ടാമത്തെ കമ്മ്യൂണിക്കേഷൻ, സംസാരമല്ല, സംസാരിക്കുന്ന ഒരു പ്രശ്നമേ അല്ല, കമ്മ്യൂണിക്കേഷൻ. അതായത് അവന് പറയേണ്ട കാര്യങ്ങൾ എങ്ങനെയെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, നമ്മൾ പറയുന്ന അവന് മനസ്സിലാവുന്നുണ്ടോ, അതാണ് കമ്മ്യൂണിക്കേഷൻ. മൂന്നാമത്തെ, അവൻ അവൻ്റേതായ ലോകത്ത് കറങ്ങുകയാണ്. അപ്പം അമ്മ നോക്കുമ്പോൾ അവന് കളിച്ചുകൊണ്ടിരിക്കുക, അവൻ കളിക്കുകയല്ല, ഗുണാന്ന് എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പർപ്പസ് ഇല്ലാത്ത കാര്യമാണ് ചെയ്യുന്നത്. ഇതൊക്കെ 3 കാര്യങ്ങൾ അമ്മ ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ നേരത്തെ പറഞ്ഞ കാർഡിനകത്ത് ഇപ്പോൾ ഇതും ആഡ് ചെയ്തിട്ടുണ്ട്. കുട്ടിക്ക് എല്ലാവരോടെയും അമ്മയോടല്ല, മറ്റ് സ്ട്രേഞ്ചേഴ്സിനോട് ഒരു അടുപ്പം കാണണം. അവൻ്റെ കാര്യങ്ങൾ എങ്ങനെയെങ്കിലും അറിയിക്കാൻ പറ്റും. അത് വെർബൽ ആവണം എന്നില്ല, സംസാരത്തിൽ കൂടെ വേണം എന്നില്ല, അറിയിക്കാൻ പറ്റും. മൂന്നാമത്തെ, അവൻ്റേതായ ലോകത്ത് കിടന്ന് കറങ്ങാനല്ല. അപ്പം നമ്മളിങ്ങനെ ഒരു കുട്ടിയെ കൊണ്ട് വരുമ്പോൾ ഒരിക്കലും ഇതിന് ഓട്ടിസം ഉണ്ടെന്ന് നേരെ കയറി പറയില്ല. നമുക്ക് പല ടെസ്റ്റുകളുണ്ട്, ട്രിവാൻഡ്രം ഓട്ടിസം ബിഹേവിയർ ചെക്ക് ലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് TABC, വേറെ വലിയ ടെസ്റ്റൊക്കെ, അതൊക്കെ നമ്മൾ ചെയ്യും. പക്ഷെ അമ്മയോട് ചോദിക്കുന്ന എന്തോ പ്രശ്നം, അമ്മ പറയും എന്തൊക്കെയോ ഉണ്ട്, അമ്മയ്ക്കൊരു രൂപം കിട്ടുന്നില്ല. അപ്പോൾ ഓരോന്നായിട്ട് നമ്മൾ ചോദിച്ചിട്ട് ചോദിക്കും, ഇതെന്താണെന്ന് തോന്നുന്നു, ഇങ്ങനെ ആരോ ഇങ്ങനെ ഓട്ടിസം എന്നൊക്കെ പറയുന്നത് അതാണോ സാറെന്ന് ചോദിക്കും. അപ്പം ഞാനല്ല പറയണത്, നിങ്ങൾ തന്നെ പറ, ഉണ്ടെന്നാണെന്ന് തോന്നുന്നു. അപ്പം അതിൻ്റെ ഗുണം എന്താ? ഞാൻ അങ്ങോട്ട് ഷോക്കിംഗ് ആയിട്ട് നിനക്ക് ക്യാൻസറാണ് എന്ന് പറഞ്ഞ് ഷോക്ക് ചെയ്യണ്ട. അമ്മയ്ക്ക് പെതുക്കെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരിക. എന്തോ പ്രോബ്ലം ഉണ്ട്, ആ പ്രോബ്ലത്തിനകത്ത് കമ്മ്യൂണിക്കേഷൻ ഇൻവോൾവ് ആണ്, സോഷ്യലൈസ്. അവൻ്റെ ലോകത്ത് കിടന്ന് കറങ്ങുക സാറേ, മറ്റു കുട്ടികളായിട്ട് കളിക്കുന്നില്ല, മിങ്കിൾ ചെയ്യുന്നില്ല. ഇത് 1.5-2 വയസ്സ്. 2 വയസ്സിന് മുമ്പ് കണ്ടുപിടിക്കാമെങ്കിൽ 100% ഇവരെ നോർമലാക്കാം. 100%. ഞാൻ ഇപ്പോൾ ഒരു പേപ്പർ പബ്ലിഷ് ചെയ്യാൻ കൊടുക്കുന്നുണ്ട്. അതിനകത്ത് കാണിച്ചേക്കുന്നത് ഇപ്പം 183 കുട്ടികളെയാണ്. അപ്പോൾ ഇനി അതൊരു 250 ആക്കാൻ ശ്രമിക്കുകയാണ്. കാരണം അത് അയച്ചപ്പോൾ അവർ പറഞ്ഞ് കുറച്ചുകൂടെ സാമ്പിൾ ഉണ്ടെങ്കിൽ നമുക്കിത് വലിയ എഫക്റ്റീവായിട്ട് കാണിക്കാം. അതെങ്ങനെയാണ് സാർ ചെയ്യുന്നത്? 2 വയസ്സിന് മുൻപേ കൊണ്ടുവന്ന്, 2 പറഞ്ഞാലും കൊണ്ടുവരുമ്പോൾ 3 ആവും, 4 ആവും. 5 വയസ്സിന് മുമ്പാണേലും നമുക്ക് നല്ല റിസൾട്ട് കൊടുക്കാം. 5 കഴിഞ്ഞാൽ പ്രയാസമാണ്. അതായത് 2 വയസ്സിൽ കൊണ്ടുവന്നാൽ 100% എന്ന് പറഞ്ഞാൽ 3 വയസ്സ് 90 ആകാം, 4 വയസ്സ് 80 ആകാം, 5 വയസ്സ് ചിലപ്പോൾ 70 ആകാം, 5 കഴിഞ്ഞാൽ 50-ന് താഴെയാകാം. അതാണ് എൻ്റെ ഒരു കണക്ക്. അപ്പം എത്ര നേരത്തെ കൊണ്ടുവരിക? എന്തുകൊണ്ട് അമ്മ കൊണ്ടുവരുന്നില്ല? അമ്മയുടെ കുറ്റമല്ല. കുഞ്ഞിന് എന്തോ പ്രശ്നമുണ്ടെന്ന് അമ്മയ്ക്ക് കണ്ടാലും വീട്ടിൽ ചുറ്റുമുള്ളവർ പറയും അത് കുഴപ്പമില്ല, അവൻ്റെ അച്ഛനും അങ്ങനെ ആയിരുന്നു,
എന്തെങ്കിലും കാരണം പറഞ്ഞ് ഡോക്ടറെ കാണിക്കത്തില്ല. അതെ, സത്യമാണത്. അതെ. അപ്പോൾ ഡോക്ടറെ കൊണ്ടുപോയാലും ബിസിയായിട്ടിരിക്കുന്ന ഒ പിയിൽ ഇതൊന്നും നോക്കാൻ അവർക്ക് സമയം കാണത്തില്ല. ക്യൂ ഇങ്ങനെ നിൽക്കുകയല്ലേ. അപ്പോൾ ഇത് ഏറ്റവും നോക്കേണ്ടത് കുത്തിവയ്പ്പിന് പോകുന്ന സമയം, ഇമ്മ്യൂണൈസേഷൻ. 1.5 വയസ്സുള്ള കുത്തിവയ്പ്പിന് പോകുമ്പോൾ സ്പെസിഫിക് ആയിട്ട് ഇത് നോക്കണം. അത് കഴിഞ്ഞ് എല്ലാ കൊല്ലവും കുഞ്ഞിനെ ഒരിക്കൽ നമ്മൾ ഡോക്ടറെ ഒന്ന് കാണിക്കണം. 1ാമത്തെ പിറന്നാൾ, 2ാമത്തെ പിറന്നാൾ, അങ്ങനെ 5 വയസ്സ് വരെയെങ്കിലും ഒരു പിറന്നാളിന് വേറെ അസുഖമുണ്ട് ഒന്നുമില്ല സാറേ, നോർമലാണെന്ന് നോക്കാൻ വേണ്ടി വന്നതാണ്. കിട്ടിയോ? അപ്പോൾ നമുക്കിത് നേരത്തെ കണ്ടുപിടിക്കാം. കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിന് പറയുന്നത് ഡെവലപ്മെൻ്റൽ ഹാബിലിറ്റേഷൻ ഇൻ്റർവെൻഷൻ. ഇനി ആ ഇൻ്റർവെൻഷൻ എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കുകയാണ്. ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന മുഴുവൻ ഇൻ്റർവെൻഷൻ എന്നാണ്. കാരണം തെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ട്രെയിൻഡ് തെറാപ്പിസ്റ്റ് വേണമെന്നൊരു അസംഷൻ വരുന്നു. ഇൻ്റർവെൻഷൻ എന്ന് വെച്ചാൽ ഇടപെടുക. ഇടപെടാൻ ആര് വേണം? തെറാപ്പിസ്റ്റ് ഒന്നും വേണ്ട. അമ്മയ്ക്ക് ചെയ്യാം, അമ്മൂമ്മയ്ക്ക് ചെയ്യാം, അപ്പൂപ്പന് ചെയ്യാം, അച്ഛന് ചെയ്യാം, ആർക്കും വരാം. ഒരു ചെറിയൊരു ട്രെയിനിങ് മതി. ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ വലിയ കോഴ്സൊന്നുമല്ല. നമ്മളൊന്ന് കാണിച്ചു കൊടുക്കുക, അവരെയൊക്കെ ഒന്ന് ചെയ്യിപ്പിക്കുക, രണ്ടാമത് ചെയ്യുക, അമ്മമാർ പഠിക്കും. അതിൽ ഏറ്റവും നല്ലൊരു കാര്യം ഞാൻ പറഞ്ഞത്, ഞാൻ ഇവിടെ ഒരു ഇവർക്ക് വേണ്ടി ഇപ്പോൾ ഒരു 1 ഇയർ ഇൻ്റർവെൻഷൻ കോഴ്സ് നടത്തുന്നുണ്ട്. ആ കോഴ്സിൽ ആദ്യമായിട്ട് എടുത്ത ആള് ഒരമ്മയാണ്. കാരണം സ്വന്തം കുട്ടിക്ക് ഓട്ടിസം ഉണ്ടായിരുന്നു. അപ്പോൾ ആ അമ്മ എന്ത് ചെയ്തു, വീട്ടിൽ ഒരുപാട് ഇൻ്റർവെൻഷൻ, അത് വീട്ടു സാധനങ്ങൾ വെച്ച്, ഉള്ളിയുടെ അല്ല, പച്ചക്കറി വേസ്റ്റ് ചെയ്യുന്ന സാധനങ്ങൾ വെച്ച് ഓരോ PhD തീസിസ് പോലെ ഇത്രയൊരു ബുക്ക്, ഓരോ പേജ് മറിക്കുമ്പോഴും നമ്മൾ വെറുതെ വേസ്റ്റ് ഇതെല്ലാം കുട്ടിയെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. അത് ഇച്ചിരി BEd പഠിച്ച ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അല്ല, BEd ആണോ പ്രീ സ്കൂളാണോ ഏതോ പഠിച്ചൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ റെക്കോർഡ് പോലെ PhD തീസിസ് പോലെ. അപ്പൊ അതിൽ നിന്നാണ് എനിക്ക് ഐഡിയ കിട്ടിയത്, നമ്മൾ തെറാപ്പിസ്റ്റ് വേണ്ട, അമ്മയ്ക്ക് തന്നെ ചെയ്യാം. അപ്പോൾ ആ കുട്ടിയോട് ഞാൻ പറഞ്ഞൊന്ന് ജോയിൻ ചെയ്യാം, ഈ കോഴ്സിന് ജോയിൻ ചെയ്യാം. ഇന്ന് ഞങ്ങളുടെ ഏറ്റവും നല്ല തെറാപ്പിസ്റ്റ്. ആ കുട്ടി നോർമലാവുകയും ചെയ്തു. അത് പെർഫെക്റ്റ് ആയി സ്കൂളിൽ പോന്നു. അപ്പൊ ഇതെന്ത്, അപ്പൊ ഇതിനകത്ത് എന്താ നമ്മൾ കണ്ടത്, ഈ പറഞ്ഞ 153 കേസിലും നമ്മൾ ഉണ്ടാക്കിയ TABC എന്ന് പറഞ്ഞാൽ അതിനകത്ത് 4 ഗ്രൂപ്പുണ്ട്, ഓരോ ഐറ്റംസ് ഉണ്ട്. ഓരോ ഡൊമെയിൻ എന്ന് പറയും, 4 ഡൊമെയിനിലും ഇംപ്രൂവ്മെന്റ് നേരത്തെ ചെയ്യുന്നതിന് മുമ്പും 6 മാസവും കഴിഞ്ഞ് കാണിച്ചിട്ടുണ്ട്. കാർസ് എന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ ഒരു ടൂളുണ്ട്, അതിനകത്ത് ഓരോ ഐറ്റവും 14 ഐറ്റവും ഇംപ്രൂവ്മെന്റ് കാണിച്ചിട്ടുണ്ട്. അപ്പൊ അതിനർത്ഥം എന്താ, കുട്ടി ഇത്രയും ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. ഇവരെല്ലാം നമ്മുടെ ഐഡിയ 1ാം ക്ലാസ്സിൽ പോകാൻ റെഡിയാവണം, ഇല്ലേ പ്രീ സ്കൂളിൽ പോകാൻ റെഡിയാവണം. നമ്മുടെ തെറാപ്പിയുടെ പ്രോബ്ലം എന്താന്ന് വെച്ചാൽ, പലപ്പോഴും നമ്മൾ എത്രയോ കിലോമീറ്റർ കഴിഞ്ഞ ഒരു തെറാപ്പിസ്റ്റിന്റെ അടുക്ക് എത്തുന്നത്. അവിടെ ചെല്ലുമ്പോൾ ആകെപ്പാടെ ഇഷ്ടംപോലെ ആള് കാണും, 40 മിനിറ്റ് നമുക്ക് കിട്ടുന്നത്. അതിൽ പകുതി സമയം കൊച്ചു കരഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ എന്തോ തെറാപ്പി ചെയ്യാൻ പറ്റും? അപ്പൊ ഇവിടെ നമ്മളിപ്പോ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ, ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ ഒരു കുട്ടി എന്നെ വിടുന്നില്ല, കൈ പിടിച്ചോണ്ടിരിക്കുക, അതിന് കളിക്കണം. അപ്പൊ ഈ അമ്മമാരിങ്ങനെ നിരന്നിരിക്കുമ്പോ കുട്ടി രാവിലെ വന്ന ഉടനെ ആദ്യം പറയുന്നത്, നമ്മൾ പഠിപ്പിക്കുന്ന ഇതാണ്. കുറച്ചുകൂടെ വലിയ കുട്ടിയാണ് നമസ്തേ പറയുക, വണക്കം പറയുക, ഗുഡ് മോർണിംഗ് പറയുക. അത് നമ്മളോടല്ല, ആര് കടന്നു പോയാലും പറയാ. ആദ്യം നമുക്ക് വിചാരിക്കും എന്തോന്നു, പക്ഷെ അവിടെ ഇരിക്കുന്ന എല്ലാ അമ്മമാരായതുകൊണ്ട് അവർക്കറിയാം, ഓരോരുത്തരെയും പോയി സംസാരിക്കണം. അപ്പൊ ഇതൊരു പേരന്റ് മീഡിയേറ്റഡ് ഇന്റർവെൻഷൻ ആണ്. ഓക്കെ, ഇത് ഹാബിലിറ്റേഷൻ ആണ്. കാരണം അത് വഷളാവുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യുകയാണ്. ഇതിന് 2 ഭാഗമുണ്ട്, ഗ്രൂപ്പ് തെറാപ്പി ആൻഡ് ഇൻഡിവിജ്വൽ തെറാപ്പി. ഗ്രൂപ്പ് തെറാപ്പി എന്താ ചെയ്യുന്നത് വെച്ചാൽ, അതിന്റെ സ്റ്റെപ്പ് വളരെ സിമ്പിൾ. എല്ലാവരും വന്നോ, ആദ്യം നമ്മൾ സ്കൂളിൽ ചെയ്യുന്ന പോലെ പ്രാർത്ഥനയുണ്ട്. ഗ്രൂപ്പ് ഓഫ് കുട്ടികളായി ഇവരെല്ലാം ആദ്യത്തെ ദിവസം ചെയ്യത്തില്ല, ചിലപ്പോൾ 3 മാസം എടുക്കും ഇങ്ങനെ സമാധാനമായിട്ട് നിൽക്കാൻ. പക്ഷെ റൊട്ടീൻ വന്ന ഉടനെ പ്രാർത്ഥനയുണ്ട്. അത് കഴിഞ്ഞ് പേര് വിളിക്കും, അപ്പം കൈ പൊക്കണം. സ്കൂളിലെ റൊട്ടീൻ, നാളെ സ്കൂളിൽ പോകുമ്പോൾ സുഖമായിട്ട് ഇത് ചെയ്തോളും. അത് കഴിഞ്ഞ് പലതരം കളികളുണ്ട്. ഇപ്പോൾ ഒരു സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ ഇത് ഊതുമല്ലോ, മറ്റേ ബലൂണല്ല, സൊല്യൂഷൻ മിക്സ് ചെയ്ത് ഊതുമ്പോൾ അത് പിടിക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ സമയം ചെലവാക്കുന്നത്. അപ്പോൾ ഓപ്പണപ്പായി ഇങ്ങനെ ഒതുങ്ങിയിരുന്ന അടഞ്ഞിരുന്ന കുട്ടി
ഓപ്പൺ അപ്പ് ആവും. ഇതൊന്നും ഒരു ദിവസം കൊണ്ട് നടക്കത്തില്ല, പെതുക്കെ പെതുക്കെ പെതുക്കെ. അപ്പോൾ മറ്റുള്ളവർ ചെയ്യുന്ന കാണുമ്പോൾ ഈ കുട്ടിക്കും വരാതിരിക്കും. സ്നാക്ക് ബ്രേക്ക് പോലും നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണെന്നറിയോ? അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ. അവർക്ക് ഷെയർ ചെയ്യാൻ അറിയത്തില്ല, അപ്പോൾ ഷെയർ ചെയ്യുക. കണ്ണി നോക്കത്തില്ല അവിടെ ഏറ്റവും വലിയ പ്രോബ്ലം കണ്ണിലോട്ട് നോക്കത്തില്ല. അപ്പോൾ നമ്മളിങ്ങനെ തമാശ കാണിക്കും, ഡിഷും ഡിഷും ഡിഷു. ഏറ്റവും വലിയൊരു കളി അതാണ്, ഡിഷും ഡിഷും. അപ്പം ഇങ്ങനെ വരുമ്പോൾ എന്തോ ചെയ്യും, കുട്ടി ഒന്ന് നോക്കും. അടുത്ത തവണ നമ്മൾ ചെയ്യുന്ന കുറച്ച് അതിനൊരു താല്പര്യം വരും, ഡിഷും ഡിഷും കളിക്കാൻ. ആ ശബ്ദം അവർക്ക് ഇഷ്ടമാണ്, ഡിഷും ഡിഷും എന്ന് പറയുമ്പോൾ. മൂക്കിടിക്കരുത്, ഇങ്ങനെ ദൂരെയാണ് അത് ചെയ്യുന്ന, അത് വരും. പിന്നെ ഓട്ടിസം ഇത് വന്ന സമയത്ത് ഞാനൊരു കാര്യം കണ്ടുപിടിച്ചു. റിയാക്ട് ചെയ്യാത്ത കുട്ടികളെ ഇങ്ങനെ വിരലുകൊണ്ട് ഇവിടെ ഇങ്ങനെ ചെയ്താൽ, തുടയ്ക്ക് നടുക്ക് മിഡില് ചെയ്താൽ ഓഹോ എന്ന് ചിരിക്കും അവർ. മനസ്സിലായോ? അപ്പം അത് ഭയങ്കര ഒരു ടെക്നിക്ക്. ഇത് വന്നതിൻ്റെ കാരണം ഈ കോവിഡ് വന്ന സമയത്ത് ഒരുപാട് നമുക്ക് അടുത്ത് നിന്ന് ചെയ്യാൻ പറ്റാത്തപ്പോഴാണ് ഇത് തുടങ്ങിയത്. പക്ഷെ അത് ഭയങ്കര എഫക്റ്റീവാണ്. മനസ്സിലായോ? അതുപോലെ തന്നെ ഇവരെ സെൻസറി പ്രോബ്ലം ഉണ്ട് അവർക്ക്. സെൻസറി എന്ന് പറഞ്ഞാൽ ചിലർക്ക് തൊടുന്ന ഇഷ്ടമല്ല, ചിലർക്ക് കെട്ടിപ്പിടിക്കണം. ചിലർക്ക് സൗണ്ട് ഒട്ടും കേൾക്കുന്ന ഇഷ്ടമല്ല, ചിലർക്ക് സൗണ്ട് വേണം. മണം ചിലർക്ക് ഇഷ്ടമല്ല, ചിലർക്ക് മണം വേണം. അപ്പൊ ഹൈപ്പോ കുറവ്, ഹൈപ്പർ. ചിലർ സെൻസറി സീക്കിംഗ് ആണ്. അപ്പൊ കാണുന്നവരെ എല്ലാം കയറി കെട്ടിപ്പിടിക്കും. മനസ്സിലായോ? അപ്പൊ ഈ സെൻസറിക്ക് എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? അതിനൊരു സിമ്പിൾ കാര്യം കണ്ടു. കോവിഡ് ടൈമിൽ ദൂരെയല്ലേ നമ്മൾ ഇരുന്നത്. അപ്പൊ ഇങ്ങനെ കാലുകൊണ്ട് കുട്ടിയുടെ കാലയിൽ ഇങ്ങനെ ചൊറിയുക, ഒന്ന് ശ്രദ്ധിക്കും. അത് കഴിഞ്ഞ് എൻ്റെ കാലൊന്ന് ചൊറിഞ്ഞു തരാമെന്ന് പറഞ്ഞ് അവരെ കൊണ്ട് തിരിച്ചു ചൊരിപ്പിക്കും. കുറച്ച് കഴിയുമ്പോൾ അടുത്ത തവണ വരുമ്പോൾ ആദ്യമേ കാലിങ്ങനെ പൊക്കിക്കൊണ്ടാണ് വരുന്നത്, ചൊറിയാനായിട്ട് വരും. മനസ്സിലായോ? ചെവി അതുപോലെ രഹസ്യം പറയാന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ ചെവി വെച്ചിട്ട് കുറു 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 എന്ന് കാണിക്കും. എന്നിട്ട് അമ്മയ്ക്ക് ചെയ്യാൻ പറയും. ഇതൊന്നും വലിയ ശാസ്ത്രീയമായതൊന്നും അല്ല, അമ്മയ്ക്ക് മനസ്സിലാവുന്ന സിമ്പിൾ കാര്യങ്ങൾ. അല്ലെ കയ്യിൽ ഇങ്ങനെ കൈ കാണിച്ചിട്ട് കിറുക്കിറുക്കിറുക്കത് കാണിക്കുക. ഇതാണ് ഇന്റർവെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അവൻ കൈ കൊണ്ട് അമ്മ ഇങ്ങനെ കാണിക്കാൻ പറയും. അപ്പോൾ ഒരു അടുപ്പം വരും, സോഷ്യലൈസേഷൻ വരും, കുറച്ച് കമ്മ്യൂണിക്കേഷൻ വരും, കുറച്ച് അവരെ ഇംപ്രൂവ് ചെയ്യും. അടുത്ത മൂന്നാമത്തെ പറയാം. രണ്ടാമത്തെ ഇൻഡിവിജ്വൽ തെറാപ്പി. ഇനി ഇതിനകത്ത് ഒരുപാട് സ്റ്റെപ്പ് ഉണ്ട്, 7 സ്റ്റെപ്പ് ഉണ്ട്. മുഴുവൻ പറയാൻ സമയമില്ലാത്തതാണ് പറയുന്നത്. പിന്നെ ഇൻഡിവിജ്വൽ തെറാപ്പി, അവിടെയാണ് നമ്മൾ സ്പെസിഫിക് കളികൾ, വെറും കളികളല്ല, കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് ഇതെടുത്ത് അവിടെ വെക്കാനും സ്ലോട്ടിനകത്ത് ഇടാനും അങ്ങനെയൊക്കെയുള്ള കളികൾ, ഇൻഡിവിജ്വൽ തെറാപ്പി. മൂന്നാമത്തെയാണ് മെഡിക്കേഷൻ. ഓട്ടിസത്തിന് മാത്രമായിട്ട് ഒരു മെഡിക്കേഷനും ഇല്ല. ഇന്ന് വരെ ലോകത്തോടത്ത് ഒരു മെഡിക്കേഷൻ ഇല്ല. പക്ഷേ ഓട്ടിസത്തിൻ്റെ കൂടെ വരുന്ന പല പ്രശ്നങ്ങൾക്കും മെഡിക്കേഷനുണ്ട്. ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ അതിന് മെഡിക്കേഷനുണ്ട്, ബിഹേവിയർ പ്രോബ്ലം കാണിക്കുന്നെങ്കിൽ ഉണ്ട്, അഗ്രഷൻ കാണിക്കുന്നതിനുണ്ട്. മനസ്സിലായില്ലേ? അവർക്ക് സെൻസറി പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനും മെഡിക്കേഷൻ എഫക്റ്റീവാണ്. മിക്കവാറും ഒരു മരുന്ന് മതി. പേര് ഞാൻ പറയുന്നില്ല, റെസ്പിരിഡോൺ എന്ന് പറയും. എൻ്റെ കമ്പനി പേര് പറയണ്ട, റെസ്പിരിഡോൺ എന്ന് പറഞ്ഞൊരു മരുന്നാണ് ലോകം മുഴുവൻ അംഗീകരിച്ചേക്കുന്നത്. അതിനുള്ള കുഴപ്പം എന്താന്ന് വെച്ചാൽ എല്ലാ കുട്ടികൾക്കും ഒരേ മരുന്നല്ലല്ലോ. അല്ല, കൊടുക്കത്തില്ല. എൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഈ തൂക്കിക്കൊല്ലാൻ വിധിക്കുന്ന ജഡ്ജിയെ പോലാണ് ഞാൻ. 10 തവണ ആലോചിച്ച് നമ്മൾ വിചാരിക്കും അവർക്ക് സന്തോഷമാണ് പിന്നെ തൂക്കിക്കൊല്ലാൻ എഴുതാൻ. അങ്ങനൊന്നും അല്ല. അവർ മാനസിക പീഡ അനുഭവിച്ചിട്ടാണ് അവസാനം വേണോ വേണ്ട എന്ന് നോക്കുക. നിയമം മാത്രമല്ല, മനസ്സിൻ്റെ ഒരു ശക്തിയോടെ വേണം. എന്ന് പറഞ്ഞ പോലെ നമ്മൾ പിന്നെയും നോക്കിയിട്ടേ മരുന്ന് എഴുതത്തുള്ളൂ. എഴുതുകയാണെങ്കിൽ ലോ ഡോസിൽ തുടങ്ങണം, പെതുക്കെ കൂട്ടണം, പെട്ടെന്ന് നിർത്തരുത്. ഇതിന് തടസ്സം നിൽക്കുന്ന എന്താന്ന് വെച്ചാൽ ചുറ്റുമുള്ളവർ ഒപ്പീനിയൻ കൊടുക്കും. കേരളത്തിന്റെ ഒരു ശാപം എന്ന് പറഞ്ഞാൽ അതാണ്. ഞാൻ എപ്പോഴും പറയുന്നത്, അവനവന്റെ സബ്ജക്റ്റില് നമുക്ക് വിവരമില്ല, ബാക്കി എല്ലാത്തിനും ആധികാരികമായിട്ട് വിവരമുണ്ട്. അത് ചെയ്യരുത്. സത്യമാണ്. പക്ഷേ പിന്നെ അവര് നെറ്റ് നോക്കിയിട്ട് ഓരോന്ന് നമ്മളെ പഠിപ്പിക്കാൻ വരും. ചെറുപ്പകാലത്ത് ചിലപ്പോൾ എനിക്ക് ദേഷ്യം വരുമായിരുന്നു, ഇപ്പോഴൊന്നും വരത്തില്ല. അവരുടെ ഒരു യൂസ്ഡ് എന്ന് മാത്രമല്ല, നമുക്കിപ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവുന്നുണ്ട്. അവരുടെ വ്യഥ എന്ന് പറയുന്നത് ഭയങ്കരമാണ്. കാരണം അത് കേൾക്കുമ്പോൾ തന്നെ അവർ തളർന്നു പോകും.
അതുകൊണ്ട് പല രീതിയിലും അവർ അന്വേഷിക്കാൻ നോക്കും. ഇപ്പൊ അവര് കരയുന്നിരിക്കും. ഇപ്പൊ നമ്മളിത് പറയുമ്പോ അവര് കരഞ്ഞു, നോർമലാണോ അബ്നോർമലാണോ, കരയണോ വേണ്ടായോ? കരയണം. ഞാൻ പറയും നിങ്ങളുടെ അവകാശമാണ് കരയുന്നത്. നിങ്ങളുടെ കുട്ടിക്ക് വേണ്ടി നിങ്ങളല്ലാതെ ഞാൻ കരയുമോ? ഇല്ല, കരഞ്ഞേ ഉള്ളൂ. പക്ഷെ എത്ര ആള് കരയണം? ഇതിനൊരു സ്റ്റേജ് ഉണ്ട്. ആദ്യത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഡിനയൽ, ഇല്ല തെറ്റി, ഡോക്ടർക്ക് തെറ്റിയതാണ്, അങ്ങനത്തെ വേണം. രണ്ടാമത്തെ എല്ലാവരെയും കുറ്റം പറയുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. ദൈവത്തിനെ കുറ്റം പറയും, ഡോക്ടറെ കുറ്റം, എല്ലാവരെയും കുറ്റം പറയും, സമൂഹത്തിനെ മുഴുവൻ കുറ്റം പറയും. മൂന്നാമത് പോയി ഡിപ്രഷനിലേക്ക് പോകും. അവസാനേ അക്സെപ്റ്റൻസ് വരത്തുള്ളൂ. അപ്പം ഞാൻ ഈ അമ്മയോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കരഞ്ഞോ? എത്ര നാൾ കരയാം? 6 ദിവസം കഴിഞ്ഞോ? 7ാമത്തെ ദിവസം വരുമ്പോൾ നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങി തന്നെ വരണം. അല്ലാതെ എന്തോ പ്രോബ്ലം ഉള്ള കൊച്ചിൻ്റെ അമ്മയല്ല വരിക, അങ്ങനെ വേണം വരാൻ. ആ മേക്കപ്പ് ചെയ്ത് വരുമ്പോൾ തന്നെ അറിയാം അമ്മ എന്താണ് ഹാപ്പിയായി എന്നുള്ളത്. എന്നിട്ട് കരയുന്ന 6 ദിവസം ഇനി ആക്ഷൻ തുടങ്ങണം. ആക്ഷന് ആര് തടസ്സം നിൽക്കുന്നോ അതെല്ലാം മാറ്റിക്കും. ആരെന്ത് പറഞ്ഞു, സ്വന്തം അമ്മയായാലും സ്വന്തം അപ്പൂപ്പനായാലും ശരി, കുഞ്ഞിൻ്റെ ഉത്തരവാദിത്വം അച്ഛനും അമ്മയ്ക്കുമാണ്. നിങ്ങളൊരു തീരുമാനം എടുക്കണം. സാധാരണ വരുന്നു, ഇനി എന്തുകൊണ്ട് വരുന്നു എന്നൊരു ചോദ്യം സാധാരണ വരും. എന്തുകൊണ്ട് വരുന്നു? പണ്ടത്തെ ലോകത്ത് ഇപ്പൊ വേൾഡ് ബാങ്കിന്റെ ഒക്കെ ഒരു റിപ്പോർട്ടിനകത്ത് പറഞ്ഞു, ഈ നമ്മുടെ രാജ്യങ്ങളിലെ കുഞ്ഞുങ്ങൾക്ക് സ്റ്റിമുലേഷൻ കിട്ടുന്നില്ല എന്ന്. അപ്പൊ ഞാൻ അതിന് മറുപടി അയച്ചു, ലോകത്ത് ആർക്കെങ്കിലും സ്റ്റിമുലേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തെ കുട്ടികൾക്കാണ്. നേരം വെളുത്ത ഇറങ്ങി തിരിച്ചാൽ മുറ്റത്തിറങ്ങി കോഴിയെ കണ്ടു, പട്ടിയെ കണ്ടു, താറാവിനെ കണ്ടു, വെളിയിൽ പോയി വെള്ളത്തിൽ ചവിട്ടി എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ കൂടുതൽ കുട്ടികളും വരുന്ന എന്തുവാണ്? ഇപ്പോൾ ഉദാഹരണം ഏറ്റവും മോശമായിട്ട് എടുത്താൽ ഗൾഫിൻ്റെ എടുക്കാം. അവര് ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. ഇവിടെയും അങ്ങനെ തന്നെ ഇവിടെ അത് തന്നെ വന്നു. ഞാൻ പറഞ്ഞ ഏറ്റവും മോശം സിറ്റുവേഷൻ ഗൾഫായിരുന്നു. ഇപ്പൊ ഇവിടെ അങ്ങനെ ആയി. കുട്ടി മേളോട്ട് നോക്കിയാൽ എന്തോ കാണുന്നേ? വെള്ള ഭിത്തി. സൈഡിലോട്ട് നോക്കിയാൽ വെള്ള ഭിത്തി. മനുഷ്യനെ കാണുന്നില്ല. അമ്മയ്ക്ക് രണ്ടുപേരും ജോലിയായി. ഇവിടെ ആണെങ്കിൽ ഇപ്പം രണ്ടുപേരും മറ്റേ ഇതാണെങ്കിൽ നിങ്ങളുടെ സബ്ജക്റ്റ് തന്നെ കമ്പ്യൂട്ടർ IT ആണെങ്കിൽ രണ്ടുപേരും IT ആണ്. അവർക്ക് എവിടെ സമയം? അപ്പൊ അവര് പറയും ഞാൻ വീട്ടിൽ നിന്ന് വർക്ക് ഫ്രം ഹോമാണ്. വർക്ക് ഫ്രം ഹോമിൽ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുമോ? എന്തെങ്കിലും അവിടെ ചെയ്യുമ്പോൾ വേറൊരാളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്. അപ്പൊ കുഞ്ഞുങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രോബ്ലം അതാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? 6 മാസമെങ്കിലും എങ്ങനെങ്കിലും ജോലി പോകത്തില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെങ്കിലും ലീവ് എടുക്കും. സ്പെൻഡ് ടൈം വിത്ത് ദ ചൈൽഡ്, എൻജോയ് ദ ചൈൽഡ്ഹുഡ്. കാരണം 6 മാസം കഴിഞ്ഞ് നിങ്ങൾ 6 കൊല്ലത്തെ ലീവ് എടുത്താലും ചിലപ്പോൾ ഈ എഫക്റ്റ് കിട്ടത്തില്ല. അപ്പം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നേരത്തെ ചെയ്യുക. ഇനി എന്തുകൊണ്ട് വരുന്നു എന്ന് പഠനമുണ്ട്. എൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്നു, പിന്നെ CDCയുടെ ഞാൻ വൈസ് ചാൻസലറായിട്ട് പോയപ്പോൾ ഡയറക്ടറായിരുന്ന ബാബു ജോസ് സാറുണ്ട്. സാറിൻ്റെ PhD ഞാനുമായിട്ട് ചേർന്ന് ചെയ്തതാണ്. അതിനകത്ത് പറയുന്നൊരു കാര്യമുണ്ട്. എന്തുകൊണ്ട് വരുന്നു എന്ന് ചോദിച്ചാൽ, സമപ്രായത്തിലുള്ള കുട്ടികളുമായിട്ട് കളിക്കാൻ അവസരമില്ലെങ്കിൽ വരാനുള്ള സാധ്യത 20 മടങ്ങ് കൂടുതലാണ്. എത്രയാണ്? 20 മടങ്ങ് കൂടുതലാണ്. ഇത് പ്രൂവ് ചെയ്ത കാര്യമാണ്. അപ്പൊ ഈ സമപ്രായത്തിലുള്ള കുട്ടികളായിട്ട് കളിക്കാൻ അവർക്ക് എവിടെയാ അവസരമുള്ളത്? എവിടെയാ ഫ്രീ ആയിട്ട് കിട്ടുന്നത്? ഇല്ല, സ്കൂളിലും ഫ്രീ അല്ല. അംഗൻവാടി നമ്മൾ ഒരിക്കലും അങ്ങേയറ്റം ഉപയോഗിക്കാൻ ഒരു സാധനമാണ് അംഗൻവാടി. അവിടെ എന്തുവാണ്? ആരും ടൈ ഇടാൻ നിർബന്ധിക്കത്തില്ല, ഷൂ ഇടാൻ നിർബന്ധിക്കില്ല. എനിക്ക് ഇഷ്ടം പോലെ വാ, വന്ന് എന്തെങ്കിലും കലവില പറഞ്ഞു. അല്ലാതെ ഇങ്ങോട്ട് വന്നാണ് കുട്ടികൾ ഇങ്ങോട്ട് വരുമ്പോഴാണ് എന്തെങ്കിലും പറയാനുള്ള ഉത്സാഹം. കീപ് ക്വയറ്റ്. അവിടെ പറയാൻ ആരുമില്ല. അവിടെ എന്തോ ഉള്ള ആക്ഷൻ സോങ് ആണ്. കുട്ടികൾ കണ്ടുപഠിക്കും, കേട്ടുപഠിക്കും, ചെയ്തു പഠിക്കും. ഇത് 3 ഉള്ള അംഗൻവാടിയാണ്. അപ്പോൾ ഞാൻ തമാശയ്ക്ക് പറയും, പണ്ട് ഞാൻ കുട്ടികളെ ചിലപ്പം ചിത്ര സെന്ററിലേക്ക് റെഫർ ചെയ്യുന്ന, ഇപ്പൊ റെഫർ ചെയ്യുന്ന ചിത്ര സെന്ററിലേക്കല്ല, അംഗൻവാടിയിലേക്കാണ്. കാരണം അവിടെ പോയാൽ ചിലപ്പോൾ എല്ലാ കുട്ടികളും അവിടെ ഇരിക്കാൻ തയ്യാറാവത്തില്ല, കഴിവില്ല. അമ്മ കൂടി ഇരിക്കാൻ, അമ്മയൊന്ന് സഹായിക്കാൻ. കാരണം ഒരു അംഗൻവാടി ടീച്ചറിന് എല്ലാ കുട്ടികളെയും നോക്കാൻ പറ്റത്തില്ല, അമ്മയൊന്ന് സഹായിക്കാൻ. പക്ഷെ കുട്ടി എന്ത് കിട്ടുന്നു? ഫ്രീ ആയിട്ട് 10 പൈസ ചെലവില്ലാതെ നമുക്ക് കിട്ടുന്ന ഒരു കാര്യമാണ്. കളിക്കാൻ ഇത്രയും കൂട്ടുകാരെ കിട്ടുന്നു, ആ സ്ഥലവും കിട്ടുന്നു. പക്ഷെ അംഗൻവാടിയിൽ ഇപ്പൊ ഒരു മോശമായ ടെൻഡൻസി വന്നിട്ടുണ്ട്. അംഗൻവാടിയിലെ AC ചെയ്യുന്ന ഒരു പരിപാടി വളരെ മോശമാണത്. കാരണം കുഞ്ഞുങ്ങൾക്ക് ഇൻഫെക്ഷൻ ഏറ്റവും വരുന്ന പ്രായം ഇതാണ്. അവിടെ തുറന്ന ജനലും ഇതാണ് കഥവാണ് വേണ്ടത്. അല്ലാതെ AC-ക്കകത്തിരിക്കല്ല, ഒരാളുടെ അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ അംഗൻവാടിയാണ്
ഓട്ടിസത്തിൻ്റെ ഏറ്റവും വലിയൊരു നിർണായക ഘടകം. പക്ഷെ അതുപോലെ ചെയ്യുന്ന ചില സ്കൂളുകളുമുണ്ട്. പക്ഷെ എല്ലാം അങ്ങനെയല്ല. സ്കൂളിനുള്ള കുഴപ്പം എന്താണ്? അവർക്ക് റിസൾട്ട് കാണിക്കാൻ നിർബന്ധമുണ്ട്. ഇപ്പം ഞാൻ പൈസ മുടക്കി ഒരു സ്കൂൾ തുടങ്ങിയാൽ റിസൾട്ട് കാണിക്കാൻ അവർക്ക് നിർബന്ധമുണ്ട്. അംഗൻവാടിക്ക് അങ്ങനെ നിർബന്ധമില്ല. കുട്ടികൾ വരുന്നു, അവർ എൻജോയ് ചെയ്യുന്നു, അവർ പോകുന്നു. അപ്പോൾ ഇതാണ് 50ാം വാർഷികമാണിത്. ICDSന്റെ 50ാം വാർഷികമാണ് ഈ വർഷം. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യുന്നത്, ഞാൻ ഗവൺമെന്റിനോട് സജസ്റ്റ് ചെയ്തതാണ്, അതായത് 50ാം വാർഷികത്തിൽ നമുക്കൊരു വ്യത്യാസം വരണം. ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വന്നപ്പം ഈ 3-നും 6-നുള്ള കുട്ടികളെല്ലാം സ്കൂൾ സിസ്റ്റത്തിലേക്ക് പോവുകയാണ്. അപ്പം നമുക്ക് 0 to 3 ഉള്ള കുട്ടികളെ അംഗൻവാടി തന്നെ നോക്കാൻ പറ്റും. കാരണം ചൈൽഡ് ഡെവലപ്മെന്റ് ഇത്രയും പഠിച്ചിട്ടുള്ള വേറൊരു വിഭാഗവുമില്ല അംഗൻവാടി വർക്കേഴ്സിനെ പോലെ. അതായിരിക്കും കേരളത്തിൻ്റെ, ഇന്ത്യയുടെ ഏറ്റവും വലിയ മെച്ചം. അതിനുവേണ്ടി ഓരോ രക്ഷിതാവും പറയണം, എൻ്റെ കുട്ടിക്ക് അംഗൻവാടി പോകാൻ. പണ്ടത്തെ പോലെ അല്ല, ഇപ്പൊ ബുദ്ധിയൊക്കെ വന്നിട്ടുണ്ട് അവിടെ, പണ്ടത്തെക്കാട്ടി വളരെ മെച്ചമായിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ട് നമ്മൾ ഉപയോഗിച്ചുകൂടാ? അതാണ് കാതലായ പോയിന്റ്. ഓട്ടിസത്തിനെ കുറിച്ചായിരുന്നു ഇന്ന് ഒരുപാട് നേരം നമ്മളോടൊപ്പം MKC നായർ സാറ് സംസാരിച്ചത്. എനിക്ക് തോന്നുന്നു ഓട്ടിസം ബാധിക്കുന്ന കുട്ടികളെ 5 വയസ്സിന് താഴെയുള്ള ഏത് കുട്ടികളെയും ഒന്ന് വീട്ടുകാരൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, അമ്മമാരൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, അമ്മമാർക്ക് തന്നെ ശ്രദ്ധിക്കണമെന്നില്ല, അമ്മമാരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വീട്ടുകാരും ഉണ്ടായിരുന്നാൽ ഒരു കുട്ടികൾക്കും ഇങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും ഉണ്ടാവാതെ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. എന്തായാലും മറ്റൊരു കണ്ടന്റുമായിട്ട് വീണ്ടും എത്താം. താങ്ക് യു സർ.